ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് ഞാനൊരു പുതിയ തരം വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ. നമ്മളിന്ന് പുറം കാഴ്ചകളൊക്കെയാണ് കാണാൻ പോണത്. അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലത്തിലൂടെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. നമ്മള് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നല്ല വ്യൂ ആണ്. അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ ഞാന് ഇങ്ങനത്തെ ഒരു അകല എന്നാ ഇവിടെ പറയുന്നേ. അപ്പോ ഇങ്ങനത്തെ ഒരു സാധനം എല്ലാ വീട്ടിലും കാണും കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവരുമ്പോ ഒരുപാട് ഇങ്ങനെ വെയിറ്റ് തൂക്കി കയ്യിൽ വെച്ചുകൊണ്ട് വരുമ്പോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ ഒരു വണ്ടി പോലത്തെ ഒരു സാധനമാണ്. ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയാൽ മതി. ഇങ്ങനത്തെ ഒരു സാധനം ഇവിടുത്തെ എല്ലാ വീട്ടിലും കാണും കേട്ടോ. അപ്പൊ അതിലാണ് എല്ലാവരും സാധനം മേടിക്കുക. വണ്ടി സ്വന്തമായിട്ടുള്ള ആൾക്കാരും ഇതിൽ മേടിച്ചിട്ട് പിന്നെ വണ്ടിയിൽ കൊണ്ടിട്ടിട്ട് അങ്ങനെയാണ് വീട്ടിൽ കൊണ്ടുപോകുക കേട്ടോ. അപ്പൊ നമ്മള് സൂപ്പറിൽ വന്നു. ഞാനിന്ന് സൂപ്പറിലാണ് വന്നത്. നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ കുറച്ച് മേടിക്കാനുണ്ട്. അതിനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോണത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന റോസ്മേരി ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. അതിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ മേലെ എഴുതി വെച്ചേക്കുന്നുണ്ടോ 610 690 690 7 ഷെക്കല്. പക്ഷെ 10 നമ്മുടെ നാട്ടിൽ 10 പൈസ തരത്തില്ല. പക്ഷെ തരും കേട്ടോ ഇവിടെ. ഇത് റോസ്മേരിയുടെ പോലത്തെ വേറൊരു ഇതാണ് കേട്ടോ. ഇല ഓരോ തരത്തിലുള്ള ഇലകൾ ഇതെല്ലാം നമ്മൾ സാലഡ്സിൽ യൂസ് ചെയ്യണതായിട്ടാണ് കേട്ടോ. ഇത് ഇപ്പൊ കാണിക്കുന്നത് വന്നിട്ട് നമ്മളുടെ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളിയുടെ ആ ലീഫ് അതാണ് കേട്ടോ. ഇവിടെ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യും. പിന്നെ അവിടെ ഇരിക്കുന്നത് മല്ലിയില, പാസ്ലി അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. എല്ലാം ഇല ഐറ്റംസ് ആണ്. ഇത് നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കേട്ടോ. ഇത് മുളപ്പിച്ച ഇലയാണ് കേട്ടോ. അത് ചെറിയ ഒരു സാധനം, അത് മുളപ്പിച്ചതാണ്. ഇതിപ്പം ചെറിയൊരു സീഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്ലാക്സ് സീഡ് ഇല്ലേ, അമ്മാതിരത്തെ അത് മുളപ്പിച്ചതാണ് കേട്ടോ. ഇതെല്ലാം എല്ലാവരും സാലഡിലിട്ട് ഇവിടെ കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാത്തിനും ഒരേ റേറ്റ് ആണ്. 690 ഷെക്കല്. 690 ഷെക്കല് കാൽക്കുലേറ്റ് ചെയ്താല് നമുക്ക് പിടികിട്ടും. ഇത് ഇപ്പൊ ഞാൻ വെള്ള അത് കാണിച്ചത് വന്നിട്ട് നമ്മളുടെ കൂണില്ലേ, കുഞ്ഞു കൂണിന്റെ ആ ഒരു മുളപ്പിച്ച സാധനമാണ് കേട്ടോ അത്. ഇതെല്ലാം നമ്മള് ഇല ഐറ്റംസ് ആണ്. ഇതെല്ലാം നമ്മള് സാലഡ്സ് ആയിട്ട് യൂസ് ചെയ്യണതാണ്. ഈ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇവിടെ കർപ്പാസ് എന്നാ പറയുന്നത്. സെലറി ഇവിടെ കർപ്പാസ് എന്നാണ് ഹീബ്രുവിൽ പറയുന്നത് കേട്ടോ. ആ ഒരു സാധനം നമ്മൾ മറാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യും. പിന്നെ അത് വെച്ചിട്ട് സാലഡിൽ ചില ആൾക്കാർ ഇടുന്ന കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇടത്തില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്നത് വന്നിട്ട് ഈ ഒരു ഇല നമ്മള് കണ്ടിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പല. എന്നിട്ട് അതിന്റെ തണ്ടും നമ്മൾ കളയാറില്ല. അത് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെന്ന് പറയുമ്പോൾ ഇവിടെ ഇസ്രായേലിൽ ഉള്ള എല്ലാവരും കേട്ടോ. ഇത് വന്നിട്ട് ഇതിന്റെ സാധനത്തിന്റെ പേര് എനിക്കറിയാൻ പാടില്ല. ഇത് ഒരുമാതിരി ബീട്രൂട്ടിന്റെ അല്ലേ, അതിന്റെ മാതിരി വേറൊരു പിങ്ക് കളറിൽ വരുന്ന ഒരു സാധനം. അതിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് കേട്ടോ. അപ്പോ ഇപ്പൊ ഞാൻ കാണിച്ചത് ഇവിടെ കാസ എന്ന് പറയും. കാസ ഞാൻ സാലഡ് യൂസ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാത്തവര് കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇത് വെളുത്തുള്ളി. ഇവിടുത്തെ വെളുത്തുള്ളി കണ്ടോ, ഇത്രയും വലുപ്പമാണ്. പിന്നെ ഇത് പൊളിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പൊളിച്ച് പാക്കിംഗ് ആയിട്ട് ബോട്ടിൽസ് ഒക്കെ ആക്കിയിട്ട് വെച്ചിട്ടുള്ള അതാണ് എല്ലാവരും മേടിക്കുക. പിന്നെ അതിൻ്റെ അടുത്ത് ഇഞ്ചിയുണ്ട്. പിന്നെ ഞാനിപ്പോ കാണിക്കുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ. വെള്ളയും ഉണ്ട്, ചുമന്നതും ഉണ്ട്. അത് കുഞ്ഞ്, വലുത് അപ്പുറത്തെ സൈഡുണ്ട്. ഇതിപ്പോ ഞാൻ കാണിച്ചത് കുഞ്ഞാണ് കേട്ടോ. ഇപ്പൊ പിന്നെ ഞാൻ കാണിച്ചത് ചില്ലിയാണ്. ഇതെന്താ ഇത്ര അത്ഭുതം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇതെല്ലാം അത്ഭുതമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഇത് നമ്മൾ ഇന്ത്യക്കാർ മേടിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ കാണിച്ച 2 മുളകും. കാരണം ഇവിടെ ഉള്ളവരങ്ങനെ അത്ര മുളക് യൂസ് ചെയ്യൽ കുറവാണ്. ഇപ്പൊ പിന്നെ ഞാൻ കാണിച്ചത് കുഞ്ഞ് കോവയ്ക്ക പോലെ ഇരിക്കുന്ന സാധനം. അത് കുഞ്ഞ് വെള്ളരിക്കയാണ് കേട്ടോ. അത് ഇവര് എന്താ വെച്ചാല് അത് ഉപ്പിലിട്ടിട്ട് അതങ്ങനെ കഴിക്കും. പിന്നെ ഒലിവ് ഓയിൽസ്, അതിന്റെ റേറ്റ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. 29.90 ഞാൻ കണ്ടപ്പോ. 29.90 കാണാമോ എന്ന് അറിയാൻ പാടില്ല.
കണ്ട 29.90. ഒലിവ് ഓയിൽസ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് വ്യാഴാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോ വെള്ളിയാഴ്ച ആകുമ്പം ഉച്ചവരെയല്ലേ ഉള്ളൂ കട. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പൊ എല്ലാരും ഇന്ന് തിരക്ക് പിടിച്ച് വന്ന് സാധനങ്ങൾ മേടിക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോ ഇത് നമ്മുടെ, അതിന്റെ പേരും മറന്നുപോയി, സോറി, അറിയാവുന്നവരൊന്ന് പറയുക കേട്ടോ. പിന്നെ നമ്മൾ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ ലിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ഓരോ സാധനങ്ങളായിട്ട് മേടിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ. അപ്പൊ അതിനു മുന്നേ ഇവിടെ ഓരോ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു നല്ല ഇതായിട്ട് തോന്നില്ലേ, അപ്പൊ അതൊന്ന് കാണിക്കുന്നതാണ്. ഇത് ചെറി അല്ല, ഇത് അതിന്റെ മാതിരി വേറൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഡിസ്കൗണ്ട് ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇങ്ങനെ അകലയില് ഈ സ്റ്റാൻഡ് മേലൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മള് ഈ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. പാടില്ല, അതൊരു ബട്ടൺ അമർത്തിയിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് അത് ക്ലീൻ ചെയ്യും. അതിൽ സോപ്പ് വെള്ളവും ഫസ്റ്റ് സോപ്പ് ഇട്ടിട്ട് അതങ്ങനെ ആക്കും. പിന്നെ ഒരു പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അതങ്ങനെ ക്ലീൻ ചെയ്യും കേട്ടോ. ഈ ഒരു വണ്ടിയാണ് എല്ലാ സൂപ്പർ മാർക്കറ്റില് ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ കേട്ടോ. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഫ്രൂട്ട്സിന്റെ തരത്തിലേക്ക് പോകാം. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടുത്തെ പേരുകൾ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതിന്റെ ഇംഗ്ലീഷ് നെയിം ഒന്നും എനിക്ക് അത്ര അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ ഈ കൈ കൊണ്ട് എടുക്കത്തില്ല ഞാൻ, കാരണം അതിൽ മുള്ളുണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് എടുക്കത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ അത്. ഞാൻ എപ്പോ പറഞ്ഞാലും നാക്കുളുക്ക് സോറി ട്ടാ. അപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ ആപ്പിളുകൾ ഫുള്ള് നിരത്തി വെച്ചിരിക്കുന്നുണ്ടോ. അതൊരു 6 തരം ആപ്പിളുകളുണ്ട് കേട്ടോ. 6 തരം ആപ്പിളുകൾ പല പേരുകളിലായിട്ട്. പിന്നെ അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 12.90, 15.90 അങ്ങനെ. അപ്പൊ ഓരോരോ കിലോയുടെ റേറ്റ് ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ മാമ്പഴം ഭയങ്കര റേറ്റ് ആണിത്. അതിന്റെ അടുത്ത് പിന്നെ ഷമാമൊക്കെ ഉണ്ടായിരുന്നു. ഷമാമ് വലുതാണ് കേട്ടോ, വലുതാണ്. പിന്നെ നമ്മളിപ്പോ വന്നേക്കുന്നത് നട്ട്സിന്റെ സെക്ഷൻ ആണ് കേട്ടോ. ഇവിടെ എല്ലാത്തരം നട്ട്സും കിട്ടും. സ്വീറ്റ്സ്, ഓരോ ഇതിന്റെ സ്വീറ്റ്സ് ഇല്ലേ, സ്വീറ്റ്സ്, അത് പിന്നെ നട്ട്സ് അങ്ങനെ. ഇപ്പൊ ഞാനിപ്പോ എടുക്കുന്നതുണ്ടോ ആ ഒരു സാധനം ശിശുഫീം എന്നാ പറയാ ഇവിടെ, ശിശുഫീം. പിന്നെ ഇപ്പൊ കാണിക്കുന്നത് മാമ്പഴം ഇല്ലേ, മാമ്പഴം, അത് ഇങ്ങനെ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഷുഗർ ഇട്ടിട്ട് അത് ഉണക്കിയെടുത്തിട്ട് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. അതെല്ലാം ഷുഗർ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഓരോന്നും. പിന്നെ ഈത്തപ്പഴത്തിന്റെ വലുപ്പം നോക്ക്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഈത്തപ്പഴം. അപ്പോ 2-3 തരം ഈത്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. ഇതും അതുപോലെ ഷുഗർ ഇട്ടിട്ട് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന കൈതച്ചക്കയാണ് കേട്ടോ അത് ഓരോന്നും. അപ്പൊ ഇത് വന്നിട്ട് കൈതച്ചക്ക കഷ്ണങ്ങളാക്കിയത്, നേരത്തെ ഞാൻ കാണിച്ചത് വട്ടത്തിലാക്കിയത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ടോ, കപ്പലണ്ടി വലുതാണ്. ഞാൻ കപ്പലണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാല് മസാല ഉണ്ടാക്കത്തില്ല, നമ്മള് കപ്പലണ്ടി മസാല, അതുണ്ടാക്കും. ഇതെന്നാ സാധനം എന്നറിയാമോ? ചക്കക്കുരു ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചക്കക്കുരു ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വെറുതെ കളയും. ഇതും വറുത്തിട്ട് ആ തൊലി പോലും കളയാതെ വെച്ചിരിക്കുന്നുണ്ടോ. വറുത്തിട്ട് അത് ഉപ്പിട്ടിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ഇത് പഴമാണ്, റോബസ്റ്റ പഴം, ചെറുതായിട്ട് നുറുക്കിയിട്ട് അതും നല്ലതായിട്ട് ഫ്രൈ അല്ല, ഉണക്കിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുള്ള അങ്ങനത്തെ സംഭവമാണ് കേട്ടത്. ഇത് ഫുള്ളും നട്ട്സ് കാര്യങ്ങള്, വാൽനട്ടൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു കേട്ടോ. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് ആ ബോട്ടിൽസിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ഓരോരോ പാക്കറ്റിലും ബോട്ടിൽസിലൊക്കെ അതിന്റെ റേറ്റ് ആണ്. ഇത് വാൽനട്ട് ഒരു തരം, പിന്നെ വേറൊരു കളർ, ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള വാൽനട്ട്, എല്ലാവർക്കും അറിയാം. എന്നാലും ഇവിടുത്തെ സാധനങ്ങൾ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പൊ എനിക്ക് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ബോട്ടിൽസിലും അതിന്റെ റേറ്റും കാര്യങ്ങളും ഉണ്ട്. ബോട്ടിൽസിൽ റേറ്റ് ഇല്ലെങ്കിൽ താഴെ എഴുതിയിട്ടുണ്ടാകും റേറ്റ് കേട്ടോ. ഇത് വന്നിട്ട് കേക്കുകളിൽ യൂസ് ചെയ്യുന്ന ഒരു പൂവിന്റെ ഏറ്റവും മേലത്തെ ഒരു സാധനമാണ് ഞാൻ കാണിച്ചത്. അതിങ്ങനെ വിതറിയിട്ട് ഇട്ടിട്ട് കേക്കിന്റെ മുകളിൽ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഫ്ലാക്സ് സീഡ്,
പിന്നെ വൈറ്റ് എള്ളാണ് കേട്ടോ. വൈറ്റ് ഉണ്ട്, കറുത്തതുണ്ട്, പിന്നെ പയറുവർഗ്ഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് നടന്നു വരുന്ന വഴിയാണ് ഈ ഒരു പ്ലേസ് ഉള്ളത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ ആ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പൊ നല്ല രസമുണ്ട്, രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് വെട്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പൊ ഇത്ര വെട്ടം കാണുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ.